കിഫ്ബി റോഡിൽ ടോൾ പിരിച്ചാൽ തടയുമെന്ന് കോൺഗ്രസ് വ്യക്തമാക്കി. ജനങ്ങളെ അണിനിരത്തി പ്രതിഷേധമുണ്ടാക്കുമെന്നാണ് രമേശ് ചെന്നിത്തല പറഞ്ഞത്. കിഫ്ബി പദ്ധതികളുടെ കരാറുകളിൽ പലതും ദുരൂഹമാണെന്ന് കെ സുധാകരൻ ആരോപിക്കുന്നു. കിഫ്ബി ഒരു ശാപമായി മാറരുത്. ജനങ്ങൾക്ക് യാത്രാ സൗകര്യം ഇന്ന് സൗജന്യമാണ്. കേരളത്തിൽ പാലങ്ങളിലോ റോഡുകളിലോ ഒന്നും ഇപ്പോൾ നിലവിൽ ടോളില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ അത് വീണ്ടും അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത് ശരിയല്ല. റവന്യൂ ജനറേഷന് ആവശ്യമായ പദ്ധതികൾ ആവിഷ്കരിക്കുകയാണ് വേണ്ടത്, അല്ലാണ്ട് ജനങ്ങളുടെ തലയിൽ ടോൾ അടിച്ചേൽപ്പിക്കുകയല്ല വേണ്ടത്. വലിയ പ്രതിഷേധം ഉണ്ടാകും. KPCC പ്രസിഡന്റ് കെ സുധാകരനുമൊപ്പം രമേശ് ചെന്നിത്തലയും എല്ലാം ഇതിൽ പ്രതിഷേധിക്കുകയാണ്. പ്രശാന്ത് ചേരുന്നു. പ്രശാന്ത്, പ്രതിപക്ഷം പ്രധാനമായും പറയുന്ന ന്യായം എന്താണ്? കിഫ്ബിക്ക് മറ്റു രീതിയിൽ ധനാഗമ മാർഗങ്ങളിലൂടെ പണം കണ്ടെത്തണമെന്നുള്ള ഒരു രീതി വരുമ്പോൾ അതിനെ എതിർത്തുകൊണ്ട് പ്രതിപക്ഷം പറയുന്ന കാരണങ്ങൾ എന്തെല്ലാമാണ്? പ്രതിപക്ഷം ഏതായാലും ഇത് രാഷ്ട്രീയമായി തന്നെ ഏറ്റെടുത്ത്, അതായത് കിഫ്ബി റോഡുകൾക്ക് ടോൾ പിരിവ് ഏർപ്പെടുത്താനുള്ള നീക്കത്തിലേക്ക് അല്ലെങ്കിൽ അതിനുള്ള കടുത്ത നടപടികളിലേക്ക് സർക്കാർ നീങ്ങുകയാണെങ്കിൽ അത് തടയിടാൻ വേണ്ടി പ്രതിപക്ഷം രാഷ്ട്രീയമായി തന്നെ ഈ വിഷയം ഏറ്റെടുക്കും. പ്രത്യേകിച്ച് നമുക്കറിയാം, തദ്ദേശ തെരഞ്ഞെടുപ്പ് വരികയാണ്. ജനങ്ങൾക്ക് മേൽ ഒരു വലിയ 50 കോടിക്ക് മുകളിൽ സാമ്പത്തികം ഇറക്കിയ കിഫ്ബി പദ്ധതികൾക്കാണ് എങ്കിൽ പോലും അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയാൽ അത് പൊതുജനങ്ങളുടെ ഒരു പൊതു പ്രശ്നമായി മാറും എന്ന വിഷയം ഉയർത്തിക്കൊണ്ട് അതിനെ നേരിടാൻ തന്നെയായിരിക്കും തീരുമാനം. കാരണം കിഫ്ബി വഴിയുള്ള കിഫ്ബിയെ പല ഘട്ടത്തിലും നിയമസഭയിലെല്ലാം തന്നെ പ്രതിപക്ഷം എതിർത്തിട്ടുണ്ട്. കാരണം കിഫ്ബിയിലൂടെയുള്ള പദ്ധതികളിൽ സുതാര്യത അടക്കമുള്ള വിഷയങ്ങളെല്ലാം ഇവർ ഉയർത്തുമ്പോഴും പ്രതിപക്ഷത്തെ പല അംഗങ്ങളുടെയും മണ്ഡലങ്ങളിൽ കിഫ്ബി പദ്ധതിയിലൂടെയുള്ള പദ്ധതികൾ നടപ്പാക്കുന്നു എന്നതായിരുന്നു സർക്കാർ ഉയർത്തിയിരുന്ന പ്രധാനമായ പ്രതിരോധവും വാദവും. അപ്പോൾ കിഫ്ബിയുടെ ഒരു പദ്ധതിയുടെ പേരിൽ ജനങ്ങൾക്ക് മേൽ ഭാരമുണ്ടാക്കുന്നത് പ്രതിപക്ഷം രാഷ്ട്രീയമായി ഏറ്റെടുക്കും എന്നതിൻ്റെ സൂചനകൾ തന്നെയാണ് ഇന്നിപ്പോൾ രമേശ് ചെന്നിത്തലയുടെ അടക്കമുള്ള നേതാക്കളുടെ പ്രതികരണങ്ങളിലൂടെ വ്യക്തമാകുന്നത്. പ്രത്യേകിച്ചും തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നു, അടുത്ത വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു. അപ്പോൾ ജനത്തിന്മേൽ സർക്കാർ ഉണ്ടാക്കുന്ന ഒരു അമിതഭാരമായി ഇതിനെ കണക്കാക്കി അല്ലെങ്കിൽ അത് ഏർപ്പെടുത്താനുള്ള നീക്കം നടക്കുന്നു എന്ന ഒരു പ്രചരണത്തിലൂടെ മുന്നോട്ട് പോകാൻ തന്നെയാണ് പ്രതിപക്ഷം ഇപ്പോൾ ആലോചിക്കുന്നത്. അതിൻ്റെ ഭാഗമായുള്ള പ്രതികരണം തന്നെയാണ് ഇപ്പോൾ വരുന്നത്.